മേയറെ സ്ഥാനാർത്ഥിയാക്കിയാൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച അവർ സ്ഥാനാർത്ഥിയാവണമെന്നാണ്. കാരണം സ്ഥാനാർത്ഥിയായി ഞങ്ങൾക്ക് കുറെ കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവരില്ലാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണിയെടുക്കണം. നല്ല പ്രതീക്ഷയാണ്. പക്ഷെ ഇത്തവണ ഒരു പ്രതിഭാസം കാണുന്നത് മാർക്സിസ്റ്റ് പാർട്ടി BJP ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ കരമനവാട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ സീറ്റിൽ ഇത്തവണ കേരള കോൺഗ്രസ്, ഈ നാട്ടുകാരും ആ ചിഹ്നം കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ അർത്ഥം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതിനെ സംയുക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് കേരളത്തിലെ അഴിമതി ഭരണം. സ്വജനപക്ഷപാതം, സ്വർണ്ണക്കൊള്ള, അഴിമതി, ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശബരിമല വിഷയം വലിയ തോതിലൊരു പ്രചാരണം വിഷയമായി എടുത്തിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് കരുതുന്നു. നന്നായിട്ട് എത്തിയിട്ടുണ്ട്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇതര സമുദായങ്ങളും. കാരണം ദേവന്റെ സ്വത്ത് എന്ന് പറയുന്ന എല്ലാം ഒരുപോലെയാണ്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അതിനെ കൈയിട്ട് വരുന്ന ആരാണെങ്കിലും അവർ ജനങ്ങൾക്കെതിരാണ്, ഭക്തർക്കും എതിരാണ്. ഈ മാങ്കൂട്ടം വിഷയമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? മാങ്കൂട്ടം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, പുറത്തായില്ല. പുകഞ്ഞ കൊള്ളി പുറത്തായില്ലേ, പിന്നെ എന്താ സംശയം? എന്താ അപ്പുറത്ത് മുകേഷ് ഇരിക്കുക, സ്വർണം കണ്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുക, അവരെ പുറത്താക്കിയില്ല പാർട്ടിയിൽ നിന്ന്. ഞങ്ങൾ തെറ്റ് കണ്ടവർ ചെരുക്കി പിടിച്ച് പുറത്താക്കി. ആ ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ബലാത്സംഗത്തിന് നിർവചനം ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ആര് ചെയ്താലും തെറ്റ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ ഞങ്ങൾ പുറത്താക്കി. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ആരോപണം വരുന്നത്, ഈ നിലവിലെ മേയർ, സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്ത് മേയർമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം മേയറെ പ്രചരണത്തിലില്ല എന്നൊരു ആരോപണം. അതായത് മാറ്റി നിർത്തിയതാണോ എന്ന് കരുതുന്നുണ്ടോ? അത് അവരുടെ പാർട്ടിയുടെ കാര്യം. പക്ഷെ അവർ നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് നല്ലത്.